ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ്. ഈ ലോക ഗ്ലോക്കോമ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അവയർനെസ് ബോധവൽക്കരണ പരിപാടിയാണ്. ഇവിടെ നമ്മളൊരു ഔദ്യോഗിക ഉദ്ഘാടനം, അത് കഴിഞ്ഞിട്ട് താഴത്ത് നമുക്ക് പൊതുജനങ്ങൾക്ക് കൂടിയായിട്ടുള്ളൊരു സ്കിറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സൂചകമായി ഒരു ബലൂണിൻ്റെ ഒരു കൂമ്പാരം, ഹൈഡ്രജൻ ബലൂണിൻ്റെ കൂമ്പാരം മേളിലേക്ക് റിലീഫ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ KSRTC ബസ് സ്റ്റാപ്പ് റെസ്റ്റോറൻറ്റിന് മുന്നിൽ വീണ്ടും ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു സ്കിറ്റ്, അതാണ് ഇന്നത്തെ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ വിൽസൺ കൊണ്ടാടൻ, നമ്മുടെ അങ്കമാലി നഗരസഭയുടെ വൈസ് ചെയർമാനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷത ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീ വിൽസൺ കൊണ്ടാടൻ അവർ, നമ്മുടെ ഉദ്ഘാടക നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി റീത്ത പോൾ അവർ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി ഡോക്ടർ സുനിൽ അവർ, നമ്മുടെ ആരോഗ്യസേന കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലക്ഷ്മി ജോയ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ബാസ്റ്റി, സദസ്സിരിക്കുന്ന മറ്റ് സുപ്രീം മേഡം, മറ്റ് ജനപ്രതിനിധികളെ, LHS സൂപ്പർവൈസറുണ്ട്, മുഖ്യമന്ത്രി, മറ്റ് സഹപ്രവർത്തകർ, അംഗൻവാടി വർക്കേഴ്സ്, ആശമാർ, നേഴ്സിംഗ് കുട്ടികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരെയും കടലിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് മാത്രമാണ് എൻ്റെ കടമ. അതിലേക്ക് കടക്കാണ്. ആദ്യമായിട്ട് സ്വാഗതം പറയുന്നത് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പറഞ്ഞിരിക്കുന്ന ശ്രീ അവർ, അദ്ദേഹത്തെ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ഘാടക നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വീട്ടപ്പോൾ മേഡത്തെ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ സൂപ്രണ്ട് ഡോക്ടറെയും ഈ യോഗത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരോഗ്യസേന കമ്മിറ്റി ചെയർപേഴ്സൺ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓടിയിരുന്ന ശ്രീമതി ലക്ഷ്മി മേഡത്തെ യോഗത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ബാസ്റ്റി, അദ്ദേഹത്തെ യോഗത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിലെ കുട്ടികളും അധ്യാപകരുണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് വേണ്ടിയുള്ള സ്പീക്ക് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ അവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്ത് നിർത്തുന്നു. എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം. നന്ദി, നമസ്കാരം. ഡോക്ടർ ശ്രീ സുനിൽ, ബഹുമാനിയായ അംഗമാലി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീമതി ലക്ഷ്മി ജോയ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമൻ വാസന്തി പാറയ്ക്കൽ, BJP പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീമതി സുപ്രിയ, മറ്റു പ്രിയമുള്ള ആശാവർക്കർമാരെ, സിസ്റ്റേഴ്സ്, ഡോക്ടേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഹോദരൻ, ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയാർന്ന പല രീതിയിലുള്ള അസുഖങ്ങൾ, അതിൽ ഏറ്റവും കൂടുതലെന്ന് കണ്ടുവരുന്നത് നമ്മുടെ ശരീരത്തിൽ ഓരോ മനുഷ്യരും ഓരോ ചെക്കപ്പിന് ചെല്ലുമ്പോഴാണ് എന്താണ് അസുഖമെന്ന് ഉടൻ തന്നെ നമ്മൾ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിക്ക് നമുക്ക് സാവകാശം തരാതെ പെട്ടെന്നാണ് നമ്മൾ എല്ലാ രോഗങ്ങളും ഓരോ മനുഷ്യരിലും ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ബഹുമാനായ ഹെൽത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരം ഞാൻ മനസ്സിലാക്കിയത്, ഗ്ലൂക്കോമ എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിൽ മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു അസുഖമായി, കണ്ണിനെ കാർന്നു തിന്നുന്ന ഒരു അസുഖമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ഗ്ലൂക്കോമ വാരാചരണത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി നമ്മൾ ദൈനംദിനം നടന്ന ചെക്കിങ്ങുകളിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെയും അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെയും കണ്ടെത്തുന്നതിന് ഒരു പരിധിവരെ സഹായകമായിരുന്നു. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഒരു പരിധിവരെ ഹോസ്പിറ്റലിൽ പോകാൻ മടിയുള്ള ആളുകളാണ്. നിസ്സാരമായ ഒരു കാര്യമുണ്ടായാൽ പോലും അത് വലിയൊരു അസുഖത്തിന്റെ കാരണമായിരിക്കാമെന്ന് ചിന്തിക്കാതെ അത് വെച്ചുകൊണ്ടിരുന്നു വർഷങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം നീണ്ടുപോകുന്ന ഒരു പരിണത ഫലമായി അത് ഭയങ്കരമായ ഒരു അസുഖമായി, അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ള നമുക്ക് ചികിത്സിച്ചാൽ ഭേദമാകാത്ത രീതിയിലുള്ള ഒരു അസുഖമായി വളർന്നു വരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങളെ കണ്ടുപിടിക്കുന്നത് ഇത്തരത്തിൽ ഇന്ന് ഇവിടെ ആചരിക്കുന്ന ഗ്ലോക്കോമ അസുഖം പോലെയുള്ള അസുഖങ്ങൾക്ക് ഒരു
ചികിത്സാ രീതി നടത്തുന്നതിനെ പറ്റിയിട്ടുള്ള എല്ലാവിധ പ്രയത്നങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ. അതിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് വേണ്ട വാക്കുകളെ റിസർട്ടിരിക്കുന്നു. ഈ ഗ്ലൂക്കോമ വാരാചരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനിയായ അംഗവാടി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി റീത്ത പോയിരിക്കുന്നു. വാരാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ വിൽസൺ മല്ലാരൻ, അതുപോലെ തന്നെ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിബി ലക്സി, നമ്മുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാസ്റ്റിംഗ് പാർക്കിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ, ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ്, ഇന്ന് ഈ വാരാചരണമായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചവർ സൂചിപ്പിച്ചു, നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കാഴ്ചശക്തി എന്ന് പറയുന്നത്. അതിനെ ഇവിടെ നിശബ്ദമായിട്ട് കാർന്നു നിന്നുന്ന ഒരു അസുഖമാണ് ഗ്ലൂക്കോമ. അപ്പൊ ഈ ഗ്ലൂക്കോമ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ വാരാചരണത്തിന്റെ ഭാഗമായിട്ട് അതിന് സ്പെഷ്യലായിട്ട് ഉള്ള അറേഞ്ച്മെന്റുകളും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മള് ഈ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുമ്പോൾ അവർ ഉറങ്ങിപ്പോകും. അപ്പൊ അവരൊന്ന് കാലുമ്പോൾ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും എനിക്ക് പാല് കുടിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള വാരാചരണങ്ങളും ഇങ്ങനെയുള്ള ദിനങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ അതൊന്ന് ജനങ്ങളിലേക്ക് അത് കൂടുതലായിട്ട് ഇതിന്റെ കാര്യങ്ങൾ എത്തിക്കാനും അവർ വന്ന് നമുക്കിത് ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് കിട്ടുന്ന കാര്യമാണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പൊ അവര് നിർബന്ധമായിട്ട് 40 വയസ്സ് കഴിഞ്ഞവര് നിർബന്ധമായിട്ടും ഈ ഗ്ലൂക്കോമ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷുഗർ പേഷ്യന്റ്, പിന്നെ വീടുകളിൽ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഗ്ലൂക്കോമ രോഗമുള്ളവര്, അങ്ങനെയൊക്കെ ഉള്ളവര് നിർബന്ധമായിട്ടും ഈ ചെക്കപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇത് പെട്ടെന്നൊന്നും അറിയില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മുടെ കണ്ണിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഒരുവിധമൊക്കെ ആയിട്ടാണ് ആ അസുഖം ഉണ്ടെന്ന് നമ്മൾക്ക് ഒരു കാഴ്ച പയ്യം മങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മളത് ചെയ്തു കൊടുക്കുമ്പോൾ ആ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. നമ്മൾ മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കാനും ഈ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മളുടെ ഈ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ നമ്മളൊരു കുട്ടികള് അവിടെ ഒരു നാടകത്തിന്റെ ഒരു സ്കിറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങളിലേക്ക് ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ വിവരങ്ങൾ എത്തിക്കണം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വാരാചരണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടൊരു സന്ദേശം നൽകിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. കൗൺസിലേഴ്സ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി സ്കൂളിൽ അവിടെ നിന്ന് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നേരത്തെ എടുത്ത ക്ലാസ്സിലെ ജിഷമാൻ കൃത്യമായിട്ട് പറഞ്ഞു ഈ ഗ്ലോക്കോമയുടെ എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്ങും എങ്ങനെ നമുക്ക് അതിനെ പ്രതിരോധിക്കാമെന്ന്. അപ്പൊ ഇന്നലെയും ഞങ്ങൾക്ക് അവിടെ എന്താ പറയാ ഹരിതകർമ്മ സേനയുടെ സംഭവം ഒരു ക്ലാസ് ഇതുണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഇത് തന്നെ അവിടെയും ആവർത്തിച്ച് പറഞ്ഞു. അതിലൊരു കറക്ഷൻ ഉണ്ടായി. ഇത് കണ്ണിലെ പ്രഷർ കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. അപ്പൊ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 40 വയസ്സിന്റെ മുകളിൽ പ്രായം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ഒന്ന് ഇതുമായിട്ടൊന്ന് അവെയർ ആയിട്ടിരിക്കണം, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു വാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോമ ഡേ ഇന്നലെ തുടങ്ങി ഒരു 1 വീക്ക് പ്രോഗ്രാമാണ്. ആ 1 വീക്ക് പ്രോഗ്രാമില് നിങ്ങൾ മെസ്സേജസ് എത്തുക. അതേപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയില് എല്ലാ വാർഡുകളിലും കൗൺസിലേഴ്സിന് ഇതൊരു അവയർനെസ് പ്രോഗ്രാം ആണെങ്കിൽ അവിടെയും നമ്മൾക്ക് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത വാർഡ് സഭ നടത്തുന്ന സമയത്താണെങ്കിൽ തന്നെയും നമ്മുടെ ആശാ വർക്കർമാരെ എല്ലാവരും പ്രസന്റ് ആയിരിക്കും അതാത് വാർഡില്. അപ്പൊ ഈ ഗ്ലൂക്കോമനെ കുറിച്ച് ഒന്നൊരു ഔട്ട്ലൈൻ ജനങ്ങൾക്ക് കൂടി കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിലാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിൽ വീണ്ടും ഒരു സ്കിറ്റ് ഉണ്ട് പൊതുജനങ്ങൾക്കായിട്ട്. എല്ലാവരും പാർട്ടിസിപ്പേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. അതിന് മുന്നോടിയായിട്ട് ഈ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. എല്ലാവരും ഈ പ്രതിജ്ഞയിൽ പങ്കെടുക്കണം.
എല്ലാവരും വലത് കൈ മുന്നോട്ട് വെച്ച് ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലേണ്ടതാണ്. ഗ്ലോക്കോമ എന്നത് കാഴ്ചയെ നിശബ്ദമായി വന്ന് കവർന്നെടുക്കുന്ന ഒരു രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗ്ലോക്കോമ മൂലം നഷ്ടമായ കാഴ്ച ഒരു ചികിത്സ കൊണ്ടും തിരികെ ലഭിക്കുകയില്ല. അതിനാൽ തുടക്കത്തിലെ ഈ രോഗം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു. കണ്ണിൽ മർദ്ദം കൂടുതലുള്ളവർ, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, പാരമ്പര്യമായി വീട്ടിൽ ഗ്ലോക്കോമയുള്ളവർ, ഇവരിൽ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഈ അറിവ് എന്റെ കുടുംബാംഗങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും പകർന്നുകൊണ്ട് ഗ്ലോക്കോമ മൂലമുള്ള അന്ധത നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പരിശ്രമിക്കുമെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു.